السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ പൊതുവിൽ ജൽസകൾക്ക് ശേഷം ജൽസയെ സംബന്ധിച്ചുള്ള വിഷയമാണ് പരാമർശിക്കാറുള്ളത്. അഥവാ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അവന് നന്ദി രേഖപ്പെടുത്തേണ്ടതിനെക്കുറിച്ചുമാണ് പരാമർശിക്കാറുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അമേരിക്കയിലെയും കാനഡയിലെയും ജൽസ ഒരാഴ്ചയുടെ ഇടവേളയിൽ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നടക്കുകയുണ്ടായി. എനിക്ക് ഈ ജൽസയിൽ പങ്കെടുത്തതുകൊണ്ട് ബന്ധപ്പെട്ട ജമാഅത്തുകളെ നേരായ വഴി കാണിക്കുവാനുള്ള അവസരം ലഭിച്ചതോടൊപ്പം ജമാഅത്ത് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കാരണം പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് ലഭിക്കുകയും ചെയ്തു. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയുന്നു. ജമാഅത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ അവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. അത് മുഖേന ജമാഅത്തിനെ മുന്നോട്ട് നയിക്കുന്നതിൽ സഹായം ലഭ്യമാകുന്നു. മാത്രമല്ല അതിനുള്ള വഴി ലഭിക്കുന്നു. അതുകൊണ്ട് എന്റെ അമേരിക്ക കാനഡ സന്ദർശനം എനിക്ക് വളരെ പ്രയോജനപ്രദമാവുകയുണ്ടായി. ഈ സന്ദർശനത്തിലൂടെ ജമാഅത്തിലെ അംഗങ്ങൾക്കും ഫലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രയോജനമുണ്ടായിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ സന്ദർശന വേളയിൽ അനഹമ്മദികളും അമുസ്ലിങ്ങളുമായ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടാനും ജമാഅത്തിന് അവർക്ക് പരിചയപ്പെടുത്താനുമുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ഈ വിധത്തിലും 2 സ്ഥലത്തും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവസരം ലഭിച്ചിരുന്നു. വളരെ നല്ല പ്രവർത്തനമാണ് ഇരു സ്ഥലങ്ങളിലും നടക്കുന്നത്. രണ്ട് ജമാഅത്തുകളും ബാഹ്യമായ ബന്ധത്തെ വ്യാപിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങൾ മുമ്പാകെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കൃതജ്ഞത പ്രകടനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അതിനാൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും വാർഷിക ജൽസ സംഘടിപ്പിക്കാൻ അവസരം നൽകിയതിന് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു ഇതിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും എല്ലാ നിലക്കും അനുഗ്രഹങ്ങൾ സ്വരുകൂട്ടിക്കൊണ്ട് ഇത് സമാപനത്തിലെത്തുകയും ചെയ്യുകയുണ്ടായി. അൽഹംദുലില്ലാ. എന്നാൽ അമേരിക്കയിലെയും കാനഡയിലെയും ജൽസയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ജൽസയുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കുക എന്നതായിരിക്കേണ്ടതാണ്. ജൽസ മുഖേന നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാകുമ്പോഴായിരിക്കും. ഈ മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങൾ ആകാതെ സ്ഥായിയായ പ്രയത്നത്തിലൂടെ പരിശ്രമത്തിലൂടെ ഈ മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കാര്യം ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇവയാണ് അള്ളാഹുവിന് കൃതജ്ഞതയുടെ വിഷയം നമ്മുടെ മുമ്പാകെ തുറന്നിടുന്നത്. കൃതജ്ഞതയുടെ വിഷയം വ്യക്തമായി കഴിഞ്ഞാൽ ഒരു വിശ്വാസി അള്ളാഹുവിന്റെ കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹത്തിന് ശേഷം മറ്റൊരു അനുഗ്രഹം മനുഷ്യന് ലഭ്യമായി കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു തആല സത്യമായ വാഗ്ദാനം നൽകുന്നവനാണ്. അവൻ തന്റെ നന്ദിയുള്ള ദാസരോട് വാഗ്ദാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്. അവൻ പ്രഖ്യാപിക്കുന്നു, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ കൃതജ്ഞതയുള്ളവരായി തീരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകുന്നതാണ്. ചുരുക്കത്തിൽ അല്ലാഹു തആല തന്റെ അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും അവന്റെ നന്ദിയുള്ള ദാസർക്കായി കൂടുതൽ വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. ഒരു അഹമ്മദി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് ഇക്കാലത്തെ ഇമാമിനെ വിശ്വസിക്കുവാനുള്ള സൗഭാഗ്യം നൽകി എന്നതിനേക്കാളും വലിയ അനുഗ്രഹം എന്താണ് ലഭിക്കാനുള്ളത്? ആ മഹാത്മാവ് നന്മകൾ ചെയ്യുന്നതിലേക്കും പരിശുദ്ധ മാറ്റം വരുന്നതിലേക്കും നമ്മെ വഴികാട്ടുകയുണ്ടായി. അതിനാൽ ഓരോ അഹമ്മദിക്കും കൃതജ്ഞതാ പ്രകടനത്തിന്റെ ഈ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരായി അവർക്ക് മാറാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്നവരിൽ അവർ ഉൾപ്പെടാതിരിക്കേണ്ടതാണ്. ആ കൂട്ടർ അള്ളാഹുവിന്റെ വെറുപ്പിന് കാരണമായി തീരുന്നവരാണ്. ഈ നാടുകളിൽ വന്ന നിങ്ങൾക്ക് അള്ളാഹു ഭൗതികമായ എത്രയോ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. ചിലർക്ക് ഈ ഫള് വളരെ കൂടുതലായി നൽകിയിരിക്കുന്നു. ഭൂരിഭാഗത്തിന്റെയും അവസ്ഥ മുമ്പുള്ള അവസ്ഥയേക്കാൾ എത്രയോ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ ജൽസയിൽ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു തആല ഇവിടെ വരാൻ പലർക്കും അവസരം ഒരുക്കിയതിലൂടെ നിങ്ങളുടെ ഭൗതികമായ നിലവാരം ഉയരുകയുണ്ടായി. ഇതും അഹ്മദിയത്തിന്റെ ബർക്കത്താണ്. എന്നാൽ ഇവിടെ വന്ന് അഹ്മദിയത്തിന്റെ പേരിൽ ഇവിടെ കാലുറപ്പിച്ചതിന് ശേഷം അസൈലം കിട്ടി, അവസ്ഥ മെച്ചപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ജമാഅത്തിനെ ആക്ഷേപിക്കുന്നവർ നന്ദികെട്ടവരും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ തരം താണവരുമാണ്. അവർ ജമാഅത്തിൽ നിന്നും അകന്നു പോവുകയുണ്ടായി. ജമാഅത്തിന് അങ്ങനെയുള്ളവരെ കുറിച്ച് തരിമ്പും വിലയില്ല. അഴുക്കുപോയി എല്ലാം വൃത്തിയായി എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ. അല്ലാഹു തആല അങ്ങനെയുള്ളവരെ വേർപെടുത്തിക്കൊണ്ട് ജമാഅത്തിനോട് കരുണ കാണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഓരോ അഹ്മദിയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവന്റെ കൃതജ്ഞത പൂർണ്ണമാകുന്നത്
അവൻ അള്ളാഹുവിന്റെ പ്രീതി മുമ്പിൽ വെക്കുമ്പോഴും അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മുന്നിൽ കാണുമ്പോഴുമാണ്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു അഹമ്മദി തന്നിൽ പരിശുദ്ധമായ മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ യജമാനനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ച മാതൃകയനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കേണ്ടതാണ്. റിവായത്തിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ അള്ളാഹു പകൽ മുഴുവനും ചെയ്ത അനുഗ്രഹങ്ങളെ സ്മരിക്കാറുണ്ടായിരുന്നു. അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പറയും, എന്നിൽ അനുഗ്രഹങ്ങൾ ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും, എനിക്കവൻ വളരെ കൂടുതൽ നൽകുകയുണ്ടായി. ചുരുക്കത്തിൽ അള്ളാഹു തആലയെ തന്നെ സ്തുതിക്കുക. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഇബാദത്തുകളെ കുറിച്ച് പറയപ്പെടുന്നത്, ഇബാദത്ത് ചെയ്തുകൊണ്ട് തിരുനബിയുടെ കാലുകൾ നീര് വരാറുണ്ടായിരുന്നു എന്നാണ്. എത്രമാത്രം പ്രയാസം എന്തിനാണ് യാ റസൂലല്ലാഹ് താങ്കൾ സഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാറ്, ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ള ദാസനായി തീരേണ്ടതില്ലേ എന്നാണ്. അതുകൊണ്ട് ഈ നന്ദിയുള്ള ദാസനെ അംഗീകരിക്കുന്നവരുടെയും അദ്ദേഹത്തിന്റെ ഉമ്മത്തിലുള്ളവരുടെയും കടമ അവരവരുടെ കഴിവനുസരിച്ച് ഈ മാതൃകയും പിൻപറ്റുക എന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് അവന്റെ പ്രീതിക്ക് അവരും പാത്രമായി മാറുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്റെ ഉദാത്ത മാതൃക സ്വായത്തമാക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിന്റെ പ്രിയരായിത്തീരുന്നതാണ്, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായിത്തീരുന്നതാണ്. അള്ളാഹുവിന്റെ ഈ സ്നേഹം കൂടുതൽ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിന് കാരണമായിത്തീരുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല നന്ദി പ്രകടിപ്പിച്ചിരുന്നത്, പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോഴും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചിരുന്നു. ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂടുതൽ നന്ദി പ്രകടിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. നിത്യജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിലും മറ്റുമെല്ലാം അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം കാണാവുന്നതാണ്. ഈ ഒരു യഥാർത്ഥ നന്ദി പ്രകടനത്തിനായാണ് നാം പരിശ്രമിക്കേണ്ടത്. ഈ നന്ദി പ്രകടനം മൂലം അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. തന്റെ അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും പല മടങ്ങ് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഈ നന്ദി പ്രകടനം മനുഷ്യന് സ്വയം പ്രയോജനം നേടിക്കൊടുക്കുന്നതായിരിക്കും. അല്ലാഹു തആലാക്ക് നമ്മുടെ നന്ദി പ്രകടനത്തിന്റെ ആവശ്യമില്ല. നാം കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ട ആവശ്യമൊന്നും അവനില്ല. അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു, വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ വഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നന്ദി പ്രകടിപ്പിക്കുന്നവർക്ക് അതിന്റെ നേട്ടം അവർക്ക് തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ നന്ദികേട് കാണിക്കുന്നവർ ഓർക്കേണ്ടത്, അള്ളാഹു സർവ്വവിധ നന്ദി പ്രകടനത്തിൽ നിന്നും സ്വയാശ്രയനാണ്. അതുകൊണ്ട് ഒരു അഹമ്മദിക്ക് ഈ രീതിയിലുള്ള നന്ദി പ്രകടനക്കാരനായി മാറേണ്ടതാണ്. നന്ദി പ്രകടനത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നിത്യവും അന്വേഷിക്കുക. നന്ദി പ്രകടനത്തിന്റെ വിവിധ രീതികൾ അന്വേഷിക്കുന്ന ഒരു വിശ്വാസി അവൻ മനസ്സിലും നന്ദി പ്രകടിപ്പിക്കുന്നു, നാവുകൊണ്ടും നന്ദി പ്രകടിപ്പിക്കുന്നു. അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു.
അതേപോലെ മറ്റുള്ളവരെ വാക്കുകളിലൂടെ നന്ദി പ്രകടിപ്പിക്കുന്നു. और फिर अपने अमल ബാഹ്യമായ ചേഷ്ടകളിലൂടെയും शुक्रगुजारी നന്ദി പ്രകടിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മനുഷ്യന് നന്ദി പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ जब इंसान शुक्रगुजारी करना चाहे അവന്റെ മുഴുവൻ അവയവവും अज़ा जो है इंसान के നന്ദി പ്രകടിപ്പിക്കുന്നതായി മാറുന്നു. इजहार करते हैं। മനുഷ്യന്റെ ശരീരമൊന്നടങ്കം നന്ദി പ്രകടിപ്പിക്കുന്നതായി മാറേണ്ടതാണ്. അല്ലാഹു തആല തന്റെ ദാസർക്ക് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ, കാരണം ഇവിടെ അള്ളാഹു നന്ദി പ്രകടിപ്പിക്കുന്നു എന്ന് വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ നന്ദി പ്രകടനം എന്നത് कि अल्लाह ताला की शुक्रगुजारी ദാസനിൽ इंसान पर അവൻ ചെയ്യുന്ന അനുഗ്രഹവർഷമാണ്. ये बात याद रखने की जरूरत है। അള്ളാഹുവിനെ മനുഷ്യൻ ताला की നന്ദി പ്രകടിപ്പിക്കുമ്പോൾ करता है, അവൻ ചില കാര്യങ്ങൾ ഓർമ്മ വെക്കേണ്ടതാണ്. उसे ख्याल रखना चाहिए। പൂർണ്ണമായ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക. अल्लाह ताला के हुजूर झुका जाए। രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുക. अल्लाह ताला से प्यार का इजहार करना അതിനായി और उसके പരിശ്രമിക്കുക. हासिल करने के लिए कोशिश करना। ഇതും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ്. फिर अल्लाह ताला के മറ്റൊന്ന് അള്ളാഹുവിന്റെ ഫളിനെയും അനുഗ്രഹത്തെയും ഓർക്കുക. में लाना, മനുഷ്യന് ഉണ്ടാകുന്ന ഓരോ ഫളിലും उसको ये समझना, അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ये जाने, ये इल्म होना चाहिए എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഫളിൽ കാരണമായാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചിന്തയാണ് ഉണ്ടാവേണ്ടത്. फिर ഇതും ഒരു തരം നന്ദി പ്രകടനം തന്നെയാണ്. और एहसानात का मुंह से इकरार कर ഇതുകൂടാതെ അവന്റെ അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് अल्लाह ताला के അവന്റെ जिक्र से तर रखना। നന്ദി രേഖപ്പെടുത്തുക. फिर ये भी തന്റെ നാവിനെ എപ്പോഴും അവന്റെ സ്തുതിയിൽ ലീനമാക്കി വെക്കുക. इस्तेमाल करना, അതോടൊപ്പം അവൻ നൽകിയ അനുഗ്രഹങ്ങളെ അവന്റെ പ്രീതി ലഭിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക. जिनको अल्लाह ताला पसंद ഇവ ചെയ്യുന്നത് മൂലമാണ് യഥാർത്ഥ അർത്ഥത്തിൽ करतों के करने के नतीजे में फिर एक शुक्रगुजारी जो है वो അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്ദി പ്രകടനമായി മാറുന്നത്. और जैसा कि मैंने कहा ഞാൻ പറഞ്ഞതുപോലെ में फिर ഇങ്ങനെ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ഈ ദാസർക്ക് അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. इनामात അള്ളാഹു പറയുന്നു, यानी अल्लाह ताला फरमाता നിങ്ങൾ നന്ദിയുള്ളവരായി തീർന്നാൽ है होगे ല അസീദന്നക്കും, अजीदन्नकुम, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകുന്നതാണ്. ഇത് കരസ്ഥമാക്കുന്നവരായി തീരുക. बस जब लोग मुझे लिखते हैं और मुलाकातों में बताते हैं ജൽസ ഞങ്ങൾക്ക് വളരെ പ്രയോജനം നൽകി എന്ന് ജനങ്ങൾ എനിക്ക് എഴുതുകയും മുലാഖാത്ത് വേളകളിൽ എന്നോട് പറയുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇത് വളരെ ആനന്ദം നൽകുകയുണ്ടായി. എന്നാൽ ഈ ആനന്ദവും പ്രയോജനവുമെല്ലാം ഫലപ്രദമാക്കുന്നത് ഓരോ അഹമ്മദിയും മുമ്പത്തേക്കാളുപരി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്നവരും അവനെ ആരാധിക്കുന്നവരുമായി മാറുമ്പോഴാണ്. अल्लाह ताला അള്ളാഹുവിന്റെ പ്രീതി ആകർഷിക്കുന്നതിനായി മുമ്പത്തേക്കാൾ കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഫളിന്റെയും അനുഗ്രഹത്തിന്റെയും പാരിതോഷികത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് തന്റെ മുമ്പിൽ വെക്കുക. നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുന്നതിന് ഓർക്കുക. पक्का इरादा करे ഇതിൽ സ്ഥിരത കാണിക്കുമെന്ന് ഉറച്ചു തീരുമാനമെടുക്കുക. തിന്മകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക. തങ്ങളുടെ എല്ലാ കഴിവുകളും പ്രയത്നങ്ങളും മുഖേന ഇതിനായി പരിശ്രമിക്കുക. कोशिश होनी चाहिए അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെയും പാരിതോഷികങ്ങളെയും ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ अल्लाह ताला की സ്തുതിയിൽ തന്റെ നാവിനെ जुबान को ലയിപ്പിക്കുക. करता चला जाए और
ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും പാരിതോഷികങ്ങളെയും ഒരിക്കലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയില്ലെന്നതിൽ എപ്പോഴും അടിയുറച്ചു നിൽക്കുക. ഈ നാട്ടിൽ വന്നതിന് ശേഷം അള്ളാഹു സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക വിശാലത നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ സാമ്പത്തിക പുരോഗതിയെ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ഉപയോഗിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അമേരിക്കയിൽ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തിയ പലരുമുണ്ട്. അവരിൽ ചിലർ തുറന്ന മനസ്സോടെ ജമാഅത്തിന്റെ ഓരോ പദ്ധതിയിലും അകമഴിഞ്ഞ് ചെലവ് ചെയ്യുന്നുമുണ്ട്. അള്ളാഹു അവരുടെ ധനത്തിലും ആരോഗ്യത്തിലുമെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. അവർക്ക് എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ കൃതജ്ഞതയുള്ള ദാസരായി തീരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. സാമ്പത്തിക ത്യാഗത്തെ മാത്രം തങ്ങളുടെ നന്ദി പ്രകടനത്തിന്റെ പരമമായ സീമയായി കണക്കാക്കരുത്. അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുന്നതിനായി കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥ കൃതജ്ഞതാ പ്രകടനത്തിനും പരമകാരുണികന്റെ ദാസനായി തീരുന്നതിനും ആരാധന നിർവഹിക്കുന്നവരായി തീരേണ്ടതാണ്. കനഡയിൽ, അമേരിക്കയിൽ ഉള്ളത്ര സാമ്പത്തിക ഉയർച്ച ലഭിച്ചവർ എന്റെ അറിവിൽ പെട്ടിടത്തോളം ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ മൊത്തത്തിൽ സാമ്പത്തിക ത്യാഗത്തിന്റെ നിലവാരം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ഉയർന്നതാണ്. അതോടൊപ്പം ചില പ്രവർത്തന വൈകല്യങ്ങളും ആരാധനയിലുള്ള കുറവും പ്രകടമാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ നന്ദി പ്രകടനക്കാരായി തീരണമെങ്കിൽ ഈ ബലഹീനതകളെയും അകറ്റാൻ നാം ശ്രമിക്കേണ്ടതാണ്. അമേരിക്കയിൽ താമസിക്കുന്ന അഹമ്മദികളായാലും, കനഡയിൽ താമസിക്കുന്ന അഹമ്മദികളായാലും, ലോകത്ത് എവിടെ താമസിക്കുന്ന അഹമ്മദികളായാലും അവരിൽ പരിശുദ്ധമായ മാറ്റം വരുത്താൻ പരിശ്രമിക്കുമ്പോഴായിരിക്കും അവർ യഥാർത്ഥ അർത്ഥത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരായി തീരുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശരി, വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങളെ തങ്ങളിൽ നടപ്പിൽ വരുത്താൻ പരിശ്രമിക്കാത്തിടത്തോളം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ബൈഅത്തിന്റെ നിബന്ധനകൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാത്തിടത്തോളം കാലം അള്ളാഹുവിന്റെ യഥാർത്ഥ നന്ദി പ്രകടനക്കാരായി നാം മാറില്ല. നന്ദി പ്രകടനത്തിന്റെ ഈ അവസ്ഥ കരസ്ഥമാക്കാൻ ഓരോ അഹമ്മദിക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരാത്മ പരിശോധന നടത്തുക, ചുറ്റുപാടും കണ്ണോടിക്കുക, വീടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ഈ നന്ദി പ്രകടനം സ്വന്തം ചുറ്റുവട്ടത്തും വീട്ടിലും നമ്മളിൽ തന്നെയും എത്രമാത്രമുണ്ടെന്ന് വീക്ഷിക്കുക. ഭർത്താവ് ഭാര്യയുടെ അവകാശം നൽകുന്നില്ലെങ്കിൽ, മറ്റു നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവർ യഥാർത്ഥ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നവനാകുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഭാര്യയെ നൽകി, കുട്ടികളെ നൽകി, അവരുടെ അവകാശങ്ങൾ നൽകുക എന്നത് അവന്റെ കടമയാണ്. അത് അള്ളാഹു അവനിൽ ഇട്ടിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഇത് ഭൗതികമായ എന്തോ കടമയല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കടമയാണ്. ഇതേപോലെ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ നൽകുന്നില്ലെങ്കിൽ അവരും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരായി മാറും. ഈ നിഷേധം നന്ദി പ്രകടിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും അവരെ നീക്കിക്കളയുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിക്കും, ഓരോ വീട്ടുകാർക്കും ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. എല്ലാ തലത്തിലും നമ്മുടെ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതാക്കി നാം മാറ്റുന്ന ആ ദിവസമാണ് യഥാർത്ഥ നന്ദി പ്രകടനത്തിന്റെ
ശരിയായ അവസ്ഥ സംജാതമാകുന്നത്. हो जाएगी। പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും പാരിതോഷികങ്ങളുടെയും അനന്തമായ പ്രവാഹം തുടരുന്നതാണ്. दीनी तौर पर भी दुनियावी तौर ഭൗതികമായും ആത്മീയമായും ഇതുണ്ടാകുന്നതാണ്. വെറും സാമ്പത്തികമായ നേട്ടം മാത്രം മതിയായി കാണരുത്. पर मानियत में भी तरक्की करनी ഒരു അഹമ്മദി ആത്മീയതയിലും അഭിവൃദ്ധി പ്രാപിക്കേണ്ടതാണ്. चाहिए। मैं शुक्रगुजारी के उस मजमून का जिसका मुझसे ताल्लुक നന്ദി പ്രകടന വിഷയത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട കാര്യവും ഇവിടെ എടുത്തു പറയുകയാണ്. सबसे पहले तो मैं खुदा ताला का शुक्र കാരണം ഇതും നിർബന്ധമാണ്. कि उसने ആദ്യമായി ഞാൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ऐसी जमात അവൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖിലാഫത്തിനോട് അതിശക്തമായ കൂറു പുലർത്തുന്ന ഒരു ജമാഅത്തിനെ നൽകുകയുണ്ടായി. इखलास व वफा के जिस ताल्लुक ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും इस्लाम നേരിട്ട് ശിക്ഷണം ലഭിച്ചവർ തുടങ്ങിവെച്ച ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ആ പ്രകടനം जिस पर हज़रत അത് കണ്ടുകൊണ്ട് फरमाया था ജമാഅത്ത് അംഗങ്ങളുടെ ആത്മാർത്ഥതയും കൂറും കണ്ട് നമുക്ക് അത്ഭുതം തോന്നുന്നു എന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഈ വാക്കുകൾ എന്റേതാണെങ്കിലും ഇതേ അർത്ഥത്തിലാണ് ആ മഹാത്മാവ് പറഞ്ഞത്. 1.25 നൂറ്റാണ്ട് നീണ്ടുകിടക്കുന്ന ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ആ പ്രകടനം ഇന്നും തന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാർത്ഥതയും वफा को കൂറിനെയും ഒരിക്കലും മരിക്കാൻ അനുവദിക്കരുത്. अपनी नस्लों में തങ്ങളുടെ മക്കളിലും ഇത് തുടർന്നുകൊണ്ടിരിക്കാൻ പരിശ്രമിക്കുക. ये इखलास ഈ ആത്മാർത്ഥതയും കൂറും जहाँ मुझे खुदा ताला എന്നെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് उसकी അവനെ സ്തുതിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ എനിക്ക് ശേഷം വരുന്ന ഖലീഫമാർക്കും इंशाअल्लाह दिलाता ഇത് പ്രേരണ നൽകുന്നതായിരിക്കും. अफराद जमात ജമാഅത്തിലെ അംഗങ്ങൾക്കും നന്ദി പ്രകടനത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് കാരണം ഖിലാഫത്തുമായുള്ള സുദൃഢമായ ബന്ധവും और अल्लाह ताला के फजलों को जज्ब करने वाला रिश्ता അള്ളാഹുമായുള്ള ബന്ധവും कायम होता चला जाए। തലമുറയായി നിലനിൽക്കുന്നതായി തീരുന്നതാണ്. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ अल्लाह ताला അള്ളാഹു തആല ജമാഅത്തിന്റെ ആത്മാർത്ഥതയെയും കൂറിനെയും നിലനിർത്തിയിരിക്കുന്നു എന്നതിന് അള്ളാഹുവിന് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. रखा हुआ है ലോകത്തിൽ और दुनिया के എവിടെ പോയാലും कोने में चले जाए ഓരോ അഹമ്മദിയിലും ഇത് പ്രകടമാണ്. नजर आता है। ഇതിന്റെ ദൃശ്യം सारे ഈ യാത്രയിൽ दौरे में मैंने അമേരിക്കയിൽ ഞാൻ ദർശിച്ചു. ഇവിടെയും ഞാൻ ഇത് കാണുന്നു. കുട്ടികളിലും മുതിർന്നവരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും യുവാക്കളിലും പ്രായം ചെന്നവരിലും എല്ലാം ഇത് കാണാം. ലോകം മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ വെറും ഭൗതിക ചിന്താഗതിയുള്ളവർ മാത്രമാണുള്ളതെന്നാണ്. അവർക്ക് ദീനുമായി ബന്ധമില്ലെന്ന് കരുതുന്നു. लेकिन जिस എന്നാൽ എന്റെ 2 ആഴ്ചയിലെ അവിടുത്തെ താമസക്കാലത്ത് അവിടെയുള്ള അഹമ്മദികൾ കാണിച്ച ആത്മാർത്ഥതയും കൂറും പ്രശംസനീയം തന്നെയാണ്. इखलास व वफा का इजहार किया है। അവിടെ ഡ്യൂട്ടി നൽകിയ യുവാക്കൾ देने वालों ने ചിലർ അവരുടെ ജോലിയൊന്നും വകവെക്കാതെ തന്നെ യാത്രയിൽ പോലും എന്നോടൊപ്പം 2 ആഴ്ച ഉണ്ടായിരുന്നു. बाज़ ഒരാൾ എന്നോട് പറഞ്ഞു, नहीं की। ऐसे भी थे जिन्होंने मुझे बताया എനിക്ക് ജോലി ഇപ്പോൾ കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജൽസക്കും താങ്കളെ മുലാഖാത്ത് നടത്താനും വേണ്ടി എനിക്ക് അവധി ലഭിച്ചിരുന്നില്ല. അത് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. അല്ലാഹു തആല ഇവർക്കെല്ലാം എളുപ്പമായ മാർഗം കാണിച്ചു കൊടുക്കട്ടെ. ഇവരുടെ ധനത്തിലും ആരോഗ്യത്തിലും ആത്മാർത്ഥതയിലും 10 മടങ്ങ് വർധനവ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഈ ആത്മാർത്ഥതയും കൂറും इखलास व वफा അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം ജൽസയിൽ വിവിധ വകുപ്പുകൾക്ക് കീഴെ जिन्होंने बड़े इखलास व वफा के साथ വളരെ ആത്മാർത്ഥതയോടുകൂടി ഡ്യൂട്ടി നൽകിയ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അമേരിക്കയിലും കാനഡയിലും ജൽസയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഇവർക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവർക്ക് ഒരു വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഇല്ലാതെ മുമ്പത്തേക്കാളുപരി ദീനിന് സേവനം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള സംതൃപ്തി അവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ഓരോരുത്തരും ദുആ ചെയ്യുക.
അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. और बड़े यकीन से मैं അവിടെയെല്ലാമുള്ള कहता हूं इन तमाम जगहों पर പഴയകാല പ്രാദേശിക അമേരിക്കൻ അഹമ്മദികളും दिखाया വളരെ കൂടുതൽ ആത്മാർത്ഥത പ്രകടിപ്പിച്ചു എന്നത് എനിക്ക് നിശ്ചയമായും പറയാൻ സാധിക്കുന്നതാണ്. പുറമേ നിന്ന് ഇവിടെ വന്ന് പുതുതായി താമസിക്കുന്നവരും ഇതേ രീതിയിൽ കൂറ് പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഇവരെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൃതജ്ഞതാ പ്രകടനം ശരിയായ രീതിയിൽ ആയിത്തീരുന്നതും നിങ്ങൾ പ്രകടിപ്പിച്ച ആത്മാർത്ഥതയും കൂറും സംശുദ്ധമാകുന്നതും എല്ലാം അള്ളാഹുവിന്റെ സ്മരണയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുമ്പോഴായിരിക്കും. मयार कायम करने में ढालने बस मैंने ഞാനുമായി ബന്ധപ്പെട്ട നന്ദി പ്രകടനത്തിന്റെ പരമമായ സ്ഥാനം എന്നത് इंतहा यही है കാലത്തിന്റെ ഖലീഫയും ജമാഅത്ത് അംഗങ്ങളും जमात അള്ളാഹുവിന്റെ യഥാർത്ഥ ആരാധകരായി തീർന്നുകൊണ്ട് അവന് ശരിക്കും കൃതജ്ഞത ഉള്ളവരായി തീരുക എന്നതാണ്. അമേരിക്കയിൽ अमेरिका में ഇപ്രാവശ്യം യുവാക്കളിൽ खास तौर पर नौजवानों में ജമാഅത്തിനെ मुख्तलिफ तबकात ഇസ്ലാമിനെ करवाने മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ കൂടുതൽ താല്പര്യം കാണുകയുണ്ടായി. और अच्छे അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല ബന്ധങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ബന്ധങ്ങളെല്ലാം എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയാകരുത് എന്ന് ഓർക്കുക. कोई दुनियावी मफाद മറിച്ച് ലോകത്തുള്ളവർക്ക് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ तमाम എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയും खूबसूरत तालीम से हमने तमाम दुनिया को इस्लाम की खूबसूरत तालीम से रोशनास करवाना ലോകരെ और दुनिया തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരിക്കണം ഇൻഷാ അല്ലാ. वहाँ मेरे से അവിടെ प्रेस ने भी മാധ്യമ പ്രവർത്തകരുമായി എനിക്ക് സംവദിക്കാനുള്ള അവസരം ലഭിച്ചു. CNN പ്രതിനിധി ചോദിച്ചത് അമേരിക്കയിൽ ഇസ്ലാം വ്യാപിക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്നാണ്. कि हकीकी इस्लाम जमात अहमदिया पेश करती ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് है उसके न सिर्फ अमरीका യഥാർത്ഥ ഇസ്ലാമിനെ അഹമ്മദിയ ജമാഅത്താണ് സമർപ്പിക്കുന്നത്. അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അത് വ്യാപിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഭീകര പ്രവർത്തനങ്ങളാലല്ല മറിച്ച് ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് വ്യാപിക്കുന്നത്. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുമ്പോഴാണ് അത് വ്യാപിക്കുക. അതുകൊണ്ട് നമ്മുടെ യുവാക്കൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഖിലാഫത്തിനോട് ആത്മാർത്ഥതയും കൂറും വെച്ച് പുലർത്തുന്നവരും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലക്ഷ്യങ്ങൾ ഭൗതികമല്ല എന്നതാണ്. നാം ഭൗതികമായി നിലനിർത്തുന്ന ബന്ധങ്ങളെല്ലാം തന്നെ ഇസ്ലാമിന്റെ വിജയത്തിലേക്കുള്ള മുന്നേറ്റം इस्लाम की ചിന്തിച്ചുകൊണ്ടായിരിക്കേണ്ടതാണ്. ले जाने की सोच रखने वाला होना चाहिए. ഇതായിത്തീരണമെങ്കിൽ जब असल वफा अपने पैदा कर നമ്മുടെ സ്രഷ്ടാവുമായി യഥാർത്ഥ കൂറ് പുലർത്തുന്നവരായി നാം മാറണം. ഭൗതിക ലീഡർമാരോടും മറ്റുള്ളവരോടും എല്ലാം ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാറുള്ളത്. कि हमारा ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ് എന്ന്. बहरहाल मजमूई तौर पर പൊതുവിൽ അമേരിക്കൻ സന്ദർശനം വളരെ നന്നായി. तलब से बड़ा अच्छा रहा. അള്ളാഹു ഇതിന്റെ സൽഫലങ്ങൾ ഭാവിയിലും ഉണ്ടാക്കുമാറാകട്ടെ. बाज जगह नई मसाजिद ചില സ്ഥലങ്ങളിൽ പുതിയ പള്ളികളും പുതിയ സെന്ററുകളും വാങ്ങുകയുണ്ടായി. അതിന്റെയെല്ലാം ഉദ്ഘാടനവും നടക്കുകയുണ്ടായി. की जमात को അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അമേരിക്കൻ ജമാഅത്തുകൾക്കും മസ്ജിദ് നിർമ്മാണത്തിലേക്ക് വളരെയധികം ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. ഇത് തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. चाहिए उनको മറ്റൊരു കാര്യം പറയാനുള്ളത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ सिर्फ यही नहीं ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിരിക്കാതെ ये कर लिया ചെയ്തതിലുള്ള ന്യൂനതകളും കുറവുകളും കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. और जो ന്യൂനതകളിൽ ദൃഷ്ടിപതിപ്പിക്കേണ്ട നിർബന്ധമാണ്. तभी അപ്പോഴാണ് ശരിയായ വഴി നിർണയിക്കപ്പെടുകയുള്ളൂ. യഥാർത്ഥ മാർഗനിർദ്ദേശം ലഭിക്കുന്നതും അപ്പോൾ മാത്രമാണ്. ജൽസയിൽ വന്ന കുറവുകളും खास तौर पर ന്യൂനതകളും അത് അമേരിക്കയിലാണെങ്കിലും കനഡയിലാണെങ്കിലും हर जगह റെഡ് ബുക്ക് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്.
ആ പുസ്തകം ഇല്ലാത്തവർ ഉണ്ടാക്കണം. और रखें जिसमें इन कमियों का जिक्र हो. ഉദാഹരണത്തിന് मसलन अमेरिका में ഞാൻ ലോകത്ത് വരാൻ പോകുന്ന दुनिया को होशियार कर रहा രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ കാരണമായും और യുദ്ധത്തിന്റെ കെടുതികൾ മൂലവും ऐसे हो सकते हैं സാമ്പത്തിക മാന്ദ്യം കാരണമായും रखना चाहिए. പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതിനെക്കുറിച്ച് കുറച്ചുകാലമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. के लिए बाद इंसान അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മുൻകരുതലുകളും സംവിധാനങ്ങളും വീടുകളിലും ജമാഅത്ത് തലത്തിലും വേണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അമേരിക്കയിൽ പൊതുവിൽ പ്രകൃതിക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റ് മുതലായവ വന്നുകൊണ്ടിരിക്കാറുണ്ട്. അതുകൊണ്ട് മസ്ജിദുകളും സെന്ററുകളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചുരുങ്ങിയ പക്ഷം കറന്റിന്റെയും വെള്ളത്തിന്റെയും മുടങ്ങാത്ത സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതില്ലാതെ ഇക്കാലത്ത് ജീവിക്കാൻ പ്രയാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ജൽസയിൽ അരിസ്ബർഗിൽ ഞങ്ങൾ പോയതായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്നു. ബൈത്തുർ റഹ്മാൻ മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്ത് കരണ്ട് പൂർണ്ണമായി നിലച്ചു, വെള്ളം നിലച്ചു. വെള്ളത്തിന്റെയോ കരന്റിന്റെയോ ഒരു സംവിധാനവും വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജനറേറ്ററുകൾ സ്ഥാപിക്കേണ്ടതാണ്. ഉടനെ നമുക്ക് ജമാഅത്തിന്റെ കെട്ടിടങ്ങൾ പ്രകാശിപ്പിക്കാൻ സാധിക്കും. വെള്ളത്തിന്റെ ക്ഷാമം പരിഹരിക്കാനും സാധിക്കും. ഒരുപക്ഷെ शायद ഈ സംഭവം तकदीर भी हो. ദൈവികമായ ഒരു വിധിയായിരിക്കാം. बाज़ों का ख्याल है कि अल्लाह ताला की तरफ से ये हुआ क्योंकि പൊതുവിൽ മുന്നറിയിപ്പോട് കൂടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇതൊന്നും किसी മുന്നറിയിപ്പില്ലാതെയാണ് ഉണ്ടായത്. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷെ അള്ളാഹു അത് ഈ രീതിയിൽ നീക്കിക്കളഞ്ഞതായിരിക്കാം. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല. कुछ हद तक हर जगह നമുക്ക് നമ്മുടേതായ മുൻകരുതുകൾ അനിവാര്യമാണ്. ഒരു പരിധിവരെ ലോകത്തെല്ലായിടത്തും ഇത് വേണം. कनाडा में दिया जा रहा है और ഇനി ഞാൻ കനഡയുടെ കാര്യം പറയാൻ ഖുത്ബ നടക്കുന്നത് കനഡയിൽ നിന്നാണ്. എന്നാൽ പറയുന്നതെല്ലാം അമേരിക്കയെ കുറിച്ചാണല്ലോ എന്ന് ഒരുപക്ഷെ ഇവർ ചിന്തിക്കുന്നുണ്ടാകും. അമേരിക്കയുടെ ഗുണദോഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടേതും പറയാം. ഒന്ന് പൊതുവിലുള്ള കാര്യമാണ്. ജമാഅത്തുകൾ എല്ലാം അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരേണ്ടതാണ്. അവനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. കനഡയിലെയും അമേരിക്കയിലെയും മാത്രം അഹമ്മദികളല്ല, ലോകത്തുള്ള അഹമ്മദികളെല്ലാം അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക. ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം, दूसरे जैसा कि मैंने कहा ഈ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും സ്നേഹപ്രകടനം കനഡയിലും പ്രകടമായി കൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെയാണുള്ളത്. जिस दिन मैं यहाँ पहुंचा ഞാൻ ഇവിടെ എത്തിയ ദിവസം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഒരു ബന്ധു जो अमेरिका से भी होकर आई സഹോദരി, उनको किसी का फोन അവർ അമേരിക്കയിലും പോയി വന്നതാണ്. അവർക്ക് അമേരിക്കയിൽ നിന്നും ഒരു ഫോൺ വന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ സ്വീകരണ പരിപാടി? അമേരിക്കയിലേതായിരുന്നോ നല്ലത്, അതല്ല കനഡയുടേതോ? അപ്പോൾ അവർ നൽകിയ മറുപടി, കനഡയിലുള്ളവർ അമേരിക്കയെ വളരെ പിന്നിലാക്കുകയുണ്ടായി എന്നാണ്. ഇത് അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. കാരണം നിങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്, ഒരു പ്രത്യേക അന്തരീക്ഷം നിങ്ങൾക്ക് ലഭ്യമാണ്. പീസ് വില്ലേജിൽ കൂടുതലും അഹമ്മദി വീടുകളാണ്, മസ്ജിദ് അടുത്ത് തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നും ഫലമെടുക്കാൻ ബാഹ്യമായ സ്വീകരണം മാത്രം പോരാ, അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന വിഷയം മുമ്പിൽ വെക്കുക. അള്ളാഹു ഒരു സ്ഥലം നിങ്ങൾക്ക് തന്നു, അവിടെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പള്ളിയും അടുത്ത് തന്നെ നൽകി. ഈ പള്ളിയെ നിറക്കണം. मस्जिद को आबाद करें. അപ്പോഴാണ് ഇതിന്റെ സൗന്ദര്യം വർദ്ധിക്കുക, അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം സാധ്യമാവുക. बूढ़े तो यहाँ आ ही जाते हैं और अक्सर बूढ़े रिटायर हैं, कोई काम नहीं. പ്രായം ചെന്നവർ ഇവിടെ വരാറുണ്ടാകും. അവരിൽ അധികവും റിട്ടയർഡായി ജോലിയൊന്നും ഇല്ലാത്തവരാണ്. ഒരുപക്ഷെ 5 നേരവും നമസ്കാരത്തിനായി അവർ ഇവിടെ വരുന്നുണ്ടാകും. യുവാക്കളും കുട്ടികളും ഇബാദത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടെ വരുമ്പോഴാണ് യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാകുന്നത്. അവർ മസ്ജിദിനെ ജനനിബിഡമാക്കി തീർക്കണം. അവർ ജമാഅത്തിന്റെ സനാതന ശൈലി നടപ്പിൽ വരുത്തുന്നവരായി മാറണം. പെൺകുട്ടികളും സ്ത്രീകളും ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ട് തങ്ങളുടെ പവിത്രതയെയും തങ്ങളുടെ ലജ്ജയെയും തങ്ങളുടെ മൂല്യങ്ങളെയും സംരക്ഷിക്കണം. नौजवान लड़के भी യുവതലമുറയും തങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയുന്നവരായി മാറണം. ഇവിടത്തെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകുന്നവരാകരുത്. और तभी ഈ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുമ്പോഴാണ് हासिल करने की कोशिश करेंगे.
അള്ളാഹുവിനോട് अल्लाह ताला के യഥാർത്ഥ രീതിയിൽ കൃതജ്ഞത ഉള്ളവരായിത്തീരുന്നത്. അതല്ലാതെ മുദ്രാവാക്യ വിളികളാലോ लगा देने से या सड़कों पर इस्तकबाल करने से റോഡിൽ സ്വീകരിച്ചതുകൊണ്ടോ അതാവില്ല. ഇവ ഒരതിരുവരെ നിങ്ങളുടെ ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം കരസ്ഥമാക്കുന്നതല്ല. ഇവിടത്തെ പ്രാദേശിക നേതാക്കന്മാർ, മേയർ, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവർ हमारी जमात से എന്നെ കാണുകയുണ്ടായി. പൊതുവിൽ ജമാഅത്ത് അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജമാഅത്തിനെ കുറിച്ച് നിങ്ങൾ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പലരും എന്നോട് പറയുകയുണ്ടായി. എത്ര നല്ല ആളുകളാണ് നിങ്ങളുടെ ജമാഅത്തിലുള്ളത്, നിയമത്തെ കൃത്യമായി പാലിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഫضലാണ്. ഇവർ ഭൗതിക വീക്ഷണത്തിലാണ് നോക്കുന്നത് എന്നത് ശരി. दुनियावी नजर से देखते हैं. അവർക്ക് ഉന്നത നിലവാരം നമ്മിൽ നിന്നും ദൃശ്യമാവുകയും ചെയ്യുന്നു. എന്നാൽ നാം നമ്മെ നോക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. हमें दिखाता है ഇക്കാലത്ത് जो इस जमाने വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. पर बयान फरमाया നമ്മുടെ ഉന്നത ധാർമ്മിക ഗുണങ്ങളും अल्लाह अखलाकी का മതത്തിലുള്ള സ്ഥിര പ്രതിഷ്ഠയുമെല്ലാം ഭൗതികരുണ്ടാക്കിയ നിലവാരത്തിനല്ല, അള്ളാഹു ഉണ്ടാക്കിയ ഒരു നിലവാരമാണത്. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനും खुश करने അവന്റെ और उसका शुक्रगुजार होने के लिए जरूरी है പ്രീതരായിത്തീരാനും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ ശിരസ വഹിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് बस നിങ്ങൾ ഭൂമിയിലേക്ക്, जमीन की तरफ, ഭൂവാസികളിലേക്കും നോക്കാതെ ആകാശത്തേക്കും आसमान की ആകാശഭൂമിയുടെ ഉടമസ്ഥനിലേക്കും നിങ്ങൾ നോക്കുക. तरफ देखें. ഇതായി കഴിഞ്ഞാൽ മാത്രമേ होगा നാം യഥാർത്ഥ അർത്ഥത്തിൽ നന്ദിയുള്ളവരായിത്തീരുകയുള്ളൂ. गुजार बन सकेंगे. അപ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വീകരണവും മുദ്രാവാക്യവും ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതായി മാറുകയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ अल्लाह ताला के फजल എന്റെ സന്ദർശനത്തിന്റെ സ്ഥായിയായ ഫലവും ഇവിടെ പ്രകടമായിട്ടുണ്ട്. അമേരിക്കയിലും ഇവിടെയും में भी और यहाँ भी അത് പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. रहे हैं. ചില കുട്ടികൾ എനിക്കെഴുതി, बच्चों ने अमेरिका में मुझे लिखा जो वहीं पैदा हुई और पली पड़ी हैं और यहाँ ഞങ്ങൾ അമേരിക്കയിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും. ഇവിടെയുള്ള കുട്ടികളും कि आप എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു, കത്തുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. औरत के तकद्दुस താങ്കളുടെ പ്രസംഗം കേട്ട് സ്ത്രീയുടെ പവിത്രതയെക്കുറിച്ചും അവരുടെ ലജ്ജ എന്ന ശീലത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യമായി. की अहमियत पता लगी. ഇപ്പോഴാണ് ഞങ്ങളുടെ വിലയും നിലയും ഞങ്ങൾക്ക് മനസ്സിലായത്. പർദ്ദയുടെ പ്രാധാന്യം മനസ്സിലായി. ഒരു അഹമ്മദി പെൺകുട്ടി എങ്ങനെ ആയിരിക്കണമെന്നും അറിയാൻ കഴിഞ്ഞു. യുവാക്കൾ എനിക്ക് എഴുതി, നമസ്കാരത്തിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി. ചില പെൺകുട്ടികൾ എഴുതി, ഇവിടെയുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് പർദ്ദ ധരിക്കാൻ ധൈര്യം വരുമോ എന്ന ആശങ്കയിലായിരുന്നു ഞങ്ങൾ. എന്നാൽ താങ്കളുടെ മുമ്പാകെ ബുർഖ ധരിച്ചു വന്നപ്പോൾ, पहन के जब आई हैं അതേപോലെ കാര്യങ്ങൾ കേട്ടതിനു ശേഷം ഇനി ഈ ബുർഖ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. बस ये सोच ഈ രീതിയിൽ ചിന്തകൾ മാറി തുടങ്ങിയിരിക്കുന്നു. ഇതിനെ അള്ളാഹു എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അവർ തങ്ങളുടെ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ തങ്ങളുടെ പവിത്രതയെ സൂക്ഷിക്കുന്നവരായി തീരട്ടെ. किया कि हम अपने तकद्दुस की हिफाजत करेंगे. നമസ്കാരത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ച് ചിലർ മുലാഖാത്ത് വേളകളിൽ പറയുകയുണ്ടായി, कि आइंदा ഇനി മുതൽ ഒരു പരാതിയും ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതല്ല, കത്തുകളിലും അത് എഴുതി തരികയുണ്ടായി. ये बात ഈ കാര്യങ്ങൾ എന്നെ खुदा ताला की അള്ളാഹുവിനോടുള്ള സ്തുതിയിലും നന്ദി പ്രകടനത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. कि वही है ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ്. ഹൃദയത്തെ മാറ്റുന്നവനും जो दिलों को फेरने की ताकत रखता है. വാക്കുകളിൽ जो जुबान പ്രതികരണമുണ്ടാക്കുന്നവനും അവൻ തന്നെ. उसने किस ഈ പെൺകുട്ടികൾക്കും बच्चियों ജമാഅത്തംഗങ്ങൾക്കും കാലത്തിന്റെ ഖലീഫയുടെ ശബ്ദത്തിന് ലബ്ബൈക് പറഞ്ഞുകൊണ്ട് अपने अंदर തങ്ങളിൽ പരിശുദ്ധമായ മാറ്റം വരുത്തുന്നതിലേക്ക് और एक अज़्म के साथ അവൻ തിരിച്ചിരിക്കുന്നത്. में अपने मुकाम की पहचान करवाने के लिए അവർ ഒരു ദൃഢ നിശ്ചയത്തോടെ ഈ സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതിനായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കുറച്ചു ദിവസം മുമ്പേ വരെ ഇവർ തന്നെ അറച്ചു നിന്നവരാണ്.
വെറുത്തവരാണ്. ചിലർ സ്കൂളുകളിൽ അസ്വസ്ഥരായിരുന്നു. ഈ മാറ്റങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിന് അള്ളാഹുവിനോട് ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിറവേറ്റുക: അള്ളാഹുവെ, ഈ മാറ്റം ഞങ്ങൾ നിലനിർത്തുന്നതാണ്. അള്ളാഹുവിനോട് ഇതിനായി സഹായം തേടിക്കൊണ്ട് അവന്റെ മുമ്പിൽ കുമ്പിടുന്നതുമാണ്. അങ്ങനെ ഈ ഒരു ഗുണം എപ്പോഴും നിലനിൽക്കുമാറാകട്ടെ. പുരുഷന്മാരിലും യുവാക്കളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും തങ്ങളിൽ സ്ഥായിയായി നിലനിർത്താൻ ശ്രമിക്കുന്നതാണെന്ന് പ്രതിജ്ഞ എടുക്കുക. മുമ്പ് ഞാൻ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരോടുള്ള കടമകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തിരുന്നു. ഇതേപോലെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ കടമകളെക്കുറിച്ചും പറഞ്ഞുകൊടുത്തിരുന്നു. പരസ്പരമുള്ള വിശ്വാസം വീട്ടിൽ നിലനിർത്താൻ ശ്രമിക്കുക. കാരണം വീടുകളിൽ ഇക്കാലത്ത് ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകുന്നതും ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതിനുമുള്ള കാരണം പരസ്പരം വിശ്വാസത്തിലുള്ള കുറവാണ്. അതോടൊപ്പം സത്യസന്ധമായ രീതിയിലുള്ള സമീപനം ഇല്ലാത്തതുകൊണ്ടുമാണ്. അതുകൊണ്ട് സത്യത്തിൽ നിലയുറച്ചു നിന്നുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വിശ്വാസത്തിലെടുക്കേണ്ടതാണ്. യുവാക്കൾ മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ പൂർണ്ണ കൂറോടുകൂടി ആ ബന്ധം നിലനിർത്തുക. ഇനി മറ്റെവിടെയെങ്കിലുമാണ് താല്പര്യമെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയുടെ ജീവിതം തുലക്കരുത്. പെൺകുട്ടി ആൺകുട്ടിയുടെ ജീവിതം ഹോമിക്കരുത്. വിവാഹത്തിനു മുമ്പേ എനിക്ക് ഈ വിവാഹം ഇഷ്ടമില്ല എന്ന് മാതാക്കളോട് തുറന്നു പറയുക. മറ്റൊന്നാണ് എന്റെ താല്പര്യമെന്നും പറയുക. ഇസ്ലാമിൽ വിവാഹത്തിന്റെ അടിത്തറ പരിശുദ്ധിയിലാണ് എന്നോർക്കണം. ഭൗതിക കാര്യങ്ങളിലല്ല അടിസ്ഥാനമാക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ പുരുഷൻ 4 കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാമുഖ്യം നൽകിയത് ദീനിന് മുൻതൂക്കം നൽകണമെന്നതാണ്. സൗന്ദര്യമോ കുടുംബമഹിമയോ സമ്പത്തോ നോക്കാതെ മതമാണ് നോക്കാൻ പറഞ്ഞത്. ആൺകുട്ടികൾ ദീനിന് നോക്കുമ്പോൾ അവർ സ്വയം മതത്തോടുള്ള ബന്ധമുള്ളവരായി തീരേണ്ടതാണ്. ഇത് സംബന്ധമായി വിവിധ നിക്കാഹ് ഖുത്ബകളിൽ ഞാൻ പരാമർശിക്കാറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും മതത്തോട് താല്പര്യമുള്ളവരായി കഴിഞ്ഞാൽ മാത്രമേ അഹ്മദിയ ജമാഅത്ത് മുഖേന സ്ഥാപിതമാക്കാൻ ഉദ്ദേശിക്കുന്ന സമാധാനത്തിന്റെ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അടിത്തറ പരിശുദ്ധിയാണ്, ഭൗതിക നേട്ടങ്ങളിലല്ലെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. ഇവിടെയുള്ള സ്വതന്ത്ര സമൂഹത്തെ കണ്ട് നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കരുത്. ഇവിടെയുള്ളവർ വളരെ സന്തോഷത്തിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ തുടക്കത്തിൽ സന്തോഷം കളിയാടും, പിന്നീടുള്ള നാളുകൾ അസ്വസ്ഥതയിലാണ് കഴിഞ്ഞുകൂടുന്നത്. അവസാന ഫലം അസ്വസ്ഥത മാത്രമായിരിക്കും. അതിനാൽ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ചിന്തകളെ പവിത്രവും അള്ളാഹുവിന്റെ പ്രീതിക്ക് ഉതകുന്നതുമാക്കി തീർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി പല വീടുകളിലും മെച്ചപ്പെട്ട അവസ്ഥ കൈവന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ ഫളിനെയും ഓർക്കുക. ഭൗതികതയും അതിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യത്തിലും വീണുപോകാതിരിക്കുക. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ ഫളിൽ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ മുൻകാലത്തെ ഓർക്കുക. അള്ളാഹു എന്തെല്ലാം അനുഗ്രഹമാണ് ചെയ്തതെന്നും ഓർത്തു നോക്കുക. ഈ ഫളില് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുന്നതാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ഈ കാര്യങ്ങളെയെല്ലാം ഓർത്ത് അള്ളാഹുവിന്റെ ഫളിന് നന്ദി രേഖപ്പെടുത്തുന്നവനായിരിക്കും. നന്ദി പ്രകടനത്തിന്റെ കാര്യം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ സഹോദരന്മാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലുമുള്ള പിണക്കവും വെറുപ്പും എല്ലാം അകറ്റാൻ ശ്രമിക്കുക. വെറുപ്പും അകൽച്ചയും ഇല്ലാതാക്കുക എന്നതും
അള്ളാഹുവിന്റെ बैठने वाली है। ഫളിനെ അടുപ്പിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ നന്ദിയുള്ള ദാസരാക്കി മനുഷ്യനെ മാറ്റുന്നതാണ്. ഈ കാര്യങ്ങളാണ് എല്ലാവരും എപ്പോഴും ഓർക്കേണ്ടത്. इस माहौल में ഞാൻ ഇവിടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ तो बड़ी तादाद में കുറെ കുട്ടികൾ വഴിയിൽ നിൽക്കാറുണ്ട്. സലാം സലാം എന്ന ശബ്ദം എല്ലാ വശത്തു നിന്നും കേൾക്കാൻ സാധിക്കുന്നു. തക്ബീർ ധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. माहौल जो सब സമാധാനം വിതറുന്ന ഈ അന്തരീക്ഷം സ്വർഗത്തിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. के माहौल की तरफ इशारा, ഇതിനെ ബാഹ്യമായ സമാധാനത്തിലേക്ക് മാത്രമാക്കാതെ बल्कि हकीकी और गहरी सलामती का जरिया बनाए। ഇതിനെ യഥാർത്ഥത്തിലുള്ള സമാധാനം നിർഗളിക്കുന്ന നദിയായി മാറ്റുകയും ചെയ്യുക. അങ്ങനെ ഈ ദുന്യാവും സ്വർഗതുല്യമായി മാറട്ടെ. ഇതോടൊപ്പം വരാനിരിക്കുന്ന സ്വർഗം ലഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്യട്ടെ. കുട്ടികൾ തക്ബീർ ധ്വനികൾ മുഴക്കാറുണ്ട്. और बच्चों में अमूमन ये ആത്മാർത്ഥതയുടെയും കൂറിന്റെയും പ്രകടനങ്ങൾ കാണാൻ സാധിക്കുന്നു. കുട്ടികളിലാണ് ഈ ആവേശം കൂടുതലായി കാണാൻ സാധിക്കുന്നത്. ഈ ആവേശത്തെ നിലനിർത്തുന്നതിനായി കഠിന പ്രയത്നം ചെയ്യുക. कोशिश यही है कि उन्हें खुद भी और बच्चों को भी അതിന് അവർക്കും കുട്ടികൾക്കും ഇതിന്റെ യഥാർത്ഥ ആത്മാവ് നിലനിർത്താൻ കഴിയണം. बच्चों को भी बताएं ഈ സലാമിന്റെയും മുദ്രാവാക്യങ്ങളുടെയും യഥാർത്ഥ ആത്മാവ് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. और रूह और हकीकत उस वक्त वाज़ेह होगी जब बड़ों के अमल ഇതിന്റെ നിലനിൽക്കൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും പ്രവർത്തനം ദൈവപ്രീതിക്കനുഗുണമായി തീരുമ്പോഴാണ്. बहनों का അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റുന്നതിനായി തങ്ങളുടെ സഹോദരന്റെ കടമകൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. इंतजामिया को भी സംഘാടകരെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ पहले भी कहा അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല, अमेरिका के लिए नहीं है, बल्कि കനഡക്കാർക്ക് കൂടിയാണ്. कनाडा के लिए നിങ്ങളുടെ പോരായ്മകളും ന്യൂനതകളും നോക്കി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. एक फहरिस्त റെഡ് ബുക്കിൽ അത് രേഖപ്പെടുത്തുക. दर्ज करें। അടുത്ത വർഷം പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ ഇവയെല്ലാം ശ്രദ്ധിക്കുക. इन बातों को मद्देनजर रखें। इस मर्तबा मसलन ഓരോ പോരായ്മയെക്കുറിച്ചും എനിക്ക് പല കത്തുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിലുള്ള കുറവ്, ടിക്കറ്റിലുള്ള കുറവ് തുടങ്ങിയ പലതും വന്നുകൊണ്ടിരിക്കുന്നു. लेकिन जो एक बहुत എന്നാൽ ജൽസയുടെ പ്രോഗ്രാമിനെ പോലും भी खराब किया बात जगह ചിലപ്പോൾ इस मर्तबा ബാധിച്ച ഒരു കുറവ് ശബ്ദ ക്രമീകരണത്തിന്റേതാണ്. 3 ദിവസവും ഏതെങ്കിലും പരിപാടിയിൽ ശബ്ദത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇവിടെ കുറെ കാലമായി നിങ്ങൾ ജൽസ നടത്തിയിട്ടും എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. തെറ്റുപറ്റിയെന്നും അതും ഇതും ഇല്ലായിരുന്നു എന്നും ലാഘവത്തോടെ പറയുക എന്നത് മതിയായ കാര്യമല്ല. ഇതിന്റെ ശരിയായ കാരണം അന്വേഷിക്കുക. ഭാവിയിൽ ഇവിധ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് സംഘാടകരിലെ आपस में ताउन नहीं है। ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം സഹകരണമില്ല എന്നാണ്. കോർഡിനേഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥ ഉടലെടുത്തത്. പരസ്പരം സഹകരണമില്ലെങ്കിൽ ഒരിക്കലും ബർക്കത്തുണ്ടാക്കുന്നതല്ല. ജമാഅത്ത് തങ്ങളുടെ ഇഖ്ലാസിന്റെ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. എന്നാൽ ഭാരവാഹികൾ അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏത് നീയത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. അതിനാൽ അമീർ സാഹിബും ഇക്കാര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണ്. रखनी चाहिए और बिला वजह അനാവശ്യമായി എല്ലാവരിലും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും വേണ്ടതില്ല. मैंने उस दिन औरतों ഇവിടെ ജൽസ നടത്തിയിരുന്നില്ലെങ്കിൽ നന്നായേനെ എന്ന് ഞാൻ സ്ത്രീകളുടെ ജൽസയിൽ പറഞ്ഞുപോയിരുന്നു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ സംഘാടകർക്ക് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ सामिया नहीं ഞാൻ വരുന്ന വർഷം तो जिस साल मैंने നോർത്ത് അമേരിക്ക, കനഡ എന്നിവിടങ്ങളിലെ ജൽസകൾ जलसा है അമേരിക്കയിൽ സംഘടിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ ചെലവും കുറയും, പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. 2 നാടുകൾക്കും അവരുടെ ഇസ്ലാഹിലേക്ക് ശ്രദ്ധയും ഉണ്ടാകും. अपनी इस्लाह की भी तवज्जो पैदा हो जाएगी। ഏതായിരുന്നാലും बहरहाल കനഡയിലെ ജമാഅത്ത് അംഗങ്ങളുടെ कनाडा के अफराद जमात ആത്മാർത്ഥത കാണുമ്പോൾ के इखलास
ഇവിടത്തെ സംഘാടകർക്ക് ഒരവസരം കൂടി നൽകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ അവരുടെ ഇസ്ലാം വരുത്തട്ടെ. ദുന്യാവ് മാത്രം നിറഞ്ഞിരിക്കുന്ന ചിന്താഗതിയുള്ള ഭാരവാഹികൾ പ്രത്യേകിച്ച് തങ്ങളുടെ സംസ്കരണം വരുത്തുക, സ്വയം ആത്മപരിശോധന നടത്തുക. ആരോടും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇനിയും സേവനത്തിലുള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടി. പുരുഷന്മാരിലും സ്ത്രീകളും ഇതേ അവസ്ഥയാണുള്ളത്. ഓർക്കുക, സതുദ്ദേശമാണ് പ്രവർത്തനത്തിൽ ബർക്കത്തിടുന്നത്. സ്വാർത്ഥതയും തന്നിഷ്ടവും വരും തലമുറയെയും നശിപ്പിക്കും, നിങ്ങളെ നന്ദില്ലാത്തവരാക്കി മാറ്റും. ഇത് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും പാരിതോഷികത്തിനും പാത്രമാകുന്നതിന് പകരം അള്ളാഹുവിന്റെ ശിക്ഷക്ക് മാത്രമാകുന്നതാണ്. അള്ളാഹു ഒരിക്കലും അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഞാൻ പുതിയ തലമുറയോട് പറയുന്നത്, നിങ്ങൾ മുതിർന്നവരിലുള്ള നന്മകൾ നോക്കുക, അവരുടെ തിന്മകൾ നോക്കണ്ട. അവർ ചെയ്യുന്നത് അത്രയും നല്ലതാണെന്ന് കരുതണ്ട. അതിനാൽ നന്മകളെ മാത്രം നോക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ മറ്റുള്ളവരുമായുള്ള ബന്ധപ്പെടലിൽ സ്ഥിതി അല്പം മെച്ചപ്പെടുത്തിയതായി കനഡയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അതല്ലെങ്കിൽ മുമ്പുണ്ടായ ബന്ധങ്ങളെ അവർ നിലനിർത്താൻ ശ്രമിച്ചു. മാത്രമല്ല വർദ്ധിച്ചിട്ടുണ്ട്. നല്ല പക്വതയുള്ളവരുമായാണ് ഈ പ്രാവശ്യം എന്റെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇതിന്റെയും സൽഫലങ്ങളും അള്ളാഹു പ്രകടമാക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിലും യുവാക്കളുടെ അധ്വാനം കാരണമായാണ് ഈ ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയും അതുതന്നെയാണ് അവസ്ഥ. ഇവിടെ പ്രത്യേകിച്ച് യുവാക്കൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുണ്ടായി. ഈ ബന്ധങ്ങളെയും തങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഓരോ അഹമ്മദിയും തന്നെ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിന് കാരണമായി തീരുന്നതിന് ഉതകുന്നതാക്കി മാറ്റേണ്ടതാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനായി ഓരോ അഹമ്മദിയും പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നന്ദി പ്രകടനം പ്രവർത്തന രൂപത്തിൽ അള്ളാഹുവിന് മുമ്പിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ വീടുകളിലെ ദീപാലങ്കാരവും വഴിയോരങ്ങളെ വർണ്ണശബലമാക്കുന്നതുമെല്ലാം നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ഒരു താൽക്കാലിക പ്രകടനമാണ്. അതേപോലെ ഡ്യൂട്ടി നൽകുന്നതും എല്ലാം തന്നെ. എന്നാൽ സ്ഥായിയായ പ്രകടനം എന്നത് ഖലീഫത്തുൽ മസീഹിന്റെ ഓരോ വാക്കും കേട്ട് അതിന് ലബ്ബൈ പറയുക എന്നതാണ്. ഈ പാശ്ചാത്യ നാടുകളിൽ ഇന്ന പ്രയാസങ്ങളുണ്ടെന്ന് പറയുകയല്ല വേണ്ടത്. ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ഒരു പ്രയാസവും തന്നെ മുന്നിൽ നിൽക്കുകയില്ല. വിപ്ലവത്തിന് തയ്യാറായി നിൽക്കുന്ന സമൂഹങ്ങൾ പ്രയാസങ്ങളെ നോക്കി നിൽക്കാറില്ല. അവർ തങ്ങളുടെ പദ്ധതികൾ എന്താണെന്നാണ് നോക്കുക. ചിന്താധാരയെ മാറ്റുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതാണ് ലോകത്ത് വിപ്ലവമുണ്ടാക്കാൻ കാരണമായി തീരുക. ഈ ചിന്താഗതിയോടുകൂടി ജീവിതം നയിക്കുന്നവരായി അള്ളാഹു നിങ്ങളെ മാറ്റട്ടെ. എനിക്കും ജമാഅത്തങ്ങളോടുള്ള കടമ നിറവേറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل
لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله